ദൈവനാമം മഹത്വം ഉണ്ടാകട്ടെ. വീണ്ടും വരുന്ന യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിച്ചുകൊള്ളുന്നു. ദൈവവചനത്തിൽ ഇങ്ങനെ ഒരു സന്ദേശം പറയുന്നുണ്ട്. ദൈവത്തെ ആരാധിക്കുന്ന പ്രധാനപ്പെട്ട ദൂതനായിരുന്നു അരുണോദയത്തിൻ്റെ ശുക്രൻ. അവൻ്റെ പേരാ. ഇവ രണ്ട് കണ്ണു മൂടി ചെറുവുകൊണ്ട് വാ ഇവൻ പരിശുദ്ധന് നാർത്തുകൊണ്ട് ചിറകുകൾ വിടർത്തി ദൈവത്തെ രാപ്പകൽ ആരാധിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ദൂതനായിരുന്നു. ഈ ദൂതന് സ്വർഗത്തെ പിടിച്ചടക്കണം, സിംഹാസനത്തിൽ കയറിയിരിക്കണം എന്ന് ഉള്ളിൽ ആഗ്രഹമുണ്ടായി, നിഗളമുണ്ടായി. ഇതു ദൈവം കണ്ടു. നാളത്തേക്ക് മാറ്റി നിർത്തിയില്ല. ദൈവം ഒരു വെട്ടിന് താഴെ പോയി. അവന് 6 ചിറകുണ്ടായിരുന്നു. ചിറകറ്റുപോയി, ഭൂമിയിലേക്ക് പതിച്ചു. ഭൂമി അതൊരു ശാപമായി മാറി. ഇതാണ് പിശാചായി മാറിയത്. ഇന്ന് ആധുനിക മനുഷ്യനെ ഈ പിശാചാണ് പലരെയും പല വിധത്തിൽ തെറ്റിച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, ഈ ശത്രുവായ പിശാച് അവൻ്റെ ദേഷ്യമാണ്. അന്ന് എന്നെ വെട്ടിത്താഴ്ത്തിയിട്ടതിൻ്റെ പ്രതികാരമായി ഞാൻ നിന്റെ ജനത്തെ വിടില്ല. അങ്ങനെ പല വിധത്തിൽ ഇങ്ങനെ ഉപദ്രവിച്ചു കൊണ്ടിരിക്കുകയാണ്. അത് ഏതേൻ തോട്ടത്തിൽ വന്ന് ആദുനാവിനെയും ആ ദിവ്യ കനി കൊടുത്ത് പരാജയപ്പെടുത്തി. ഇയ്യോബിൻ്റെ ജീവിതത്തിൽ വന്ന് പരിശോധിക്കുവാൻ യേശു ക്രിസ്തുവിൻ്റെ അരികിൽ വന്ന് പരിശോധനയുമായി. പക്ഷെ അവിടെയൊക്കെ പിശാച് തോറ്റ്. ഈ പിശാചിനെ ജയിക്കുവാൻ ഒരേ മാർഗമേ ഉള്ളൂ. കാൽവറിയിലെ അവസാനത്തെ രക്തമാനവരാഴ്ചയ്ക്ക് വേണ്ടി ഒഴുക്കിയ കർത്താവ് ആമേനാലിലെ 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് റോമ ഗവൺമെൻറ്റിൻ്റെ സീല് വെച്ച് പൊതിഞ്ഞ് മുദ്രയിട്ടിരുന്ന കല്ലറയും പൊത്ത് യേശു പുറത്തു വന്നു. എന്നിട്ട് കർത്താവ് പറഞ്ഞ്, ഞാൻ സകല അധികാരവും തന്നേച്ചു പോകുന്നു. പാമ്പിനെയും തേളിനെയും സകല ബലത്തെയും ചവിട്ടുവാൻ അധികാരം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. സ്തോത്രം. അതുകൊണ്ട് ഈ പിശാചിന് ഇനി നമ്മുടെ ജീവിതത്തിൽ ജയമില്ല. കാരണം നീ അവനെ ചവിട്ടി ആരാധിക്കണം. ദൈവത്തെ ആരാധിച്ച് മഹത്വപ്പെടുത്തണം. യഹോവ ദൈവത്തെ, സർവശക്തനായ ദൈവത്തെ, യേശു ക്രിസ്തുവിനെ നീ ആരാധിക്കുമ്പോൾ നിന്നിലുള്ള പദ്ധതികളൊക്കെ ദൈവം നിറവേറ്റിത്തരും. പിശാചിൻ്റെ പദ്ധതികൾ പൊളിക്കും എന്ന് പറഞ്ഞാൽ ദൈവത്തെ ആരാധിക്കുവാൻ ഈ പിശാചിൻ്റെ മേളിൽ നിനക്ക് അധികാരം തന്നിരിക്കുന്നതിന് നീ അവനെ ചവിട്ടും. ഹല്ലേലൂയ. അവനെ ചവിട്ടുവാനുള്ള അധികാരം കർത്താവ് തന്നിച്ചു പോയിരിക്കുകയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് കർത്താവ് കാൽവറിയിൽ വിജയം നൽകിയിരിക്കുക, പിശാചിൻ്റെ തല തകർത്ത്. അതുകൊണ്ട് പിശാചിൻ്റെ തല തകർത്ത് അവൻ്റെ ശക്തി ലോകത്തുണ്ടെങ്കിൽ തന്നെ ആ ശക്തിയുടെ മേളിൽ എന്ത് ചെയ്യണം? നീ ആരാധിച്ച് ജയമെടുക്കണം. നിന്നെ മുന്നോട്ട് വിടില്ല എന്ന് വെല്ലുവിളിച്ചുകൊണ്ട് നിൽക്കുന്ന, നിന്നെ തകർക്കുമെന്ന് വെല്ലുവിളിച്ചുകൊണ്ട് നിൽക്കുന്ന, നിന്നെ മുന്നോട്ട് ഹാലലിയ വാഗ്ദത്തങ്ങൾ തരില്ല എന്ന് നിന്നെ വെല്ലുവിളിച്ചുകൊണ്ട് നിൽക്കുന്ന പിശാചിൻ്റെ പദ്ധതികളെ പൊളിക്കുക ഒരേ മാർഗമില്ല. അവൻ്റെ മേലിൽ ചവിട്ടി നിന്ന് ആരാധിക്കണം. ആ അധികാരം തന്നിരിക്കുക. അവയൊന്നും ഒരു നാൾ നിന്നെ ദോഷം ചെയ്യില്ലെന്നാണ് ദൈവത്തിൻ്റെ വചനം വിളിച്ചു പറയുന്നത്. സ്തോത്രം. അതുകൊണ്ട് ദൈവം നമുക്ക് സംഗതമായിരിക്കുന്നു. ദൈവം നമുക്ക് തുണയായിരിക്കുന്നു. ദൈവം നമ്മുടെ ബലമായിരിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ശക്തി നാം തിരിച്ചറിയണം. ദൈവത്തിൻ്റെ മഹിമ നാം കണ്ടറിയണം. അവനെ ആരാധിക്കുമ്പോൾ ഹല്ലേലൂയ ആത്മാവിലും സത്യത്തിലും ആരാധിച്ച് വിജയം നേടണം. നീ ആരാധിക്കാതെ നിന്നാൽ നിന്റെ ജീവിതത്തിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകില്ല. അതുകൊണ്ട് ആരാധനയ്ക്ക് യോഗ്യനായ ദൈവത്തെ നീ ആരാധിച്ചേ മതിയാകൂ. ആരാധിക്കുമ്പോൾ നിന്റെ കെട്ടുകൾ അഴിയും,
നിന്റെ ബന്ധനം വഴിയും നിന്റെ പോരുകൾ അഴിഞ്ഞു മാറും. പിശാചിന്റെ പദ്ധതികളെ പൊളിഞ്ഞു പോകും. ഹല്ലേലൂയ. ദൈവം ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിൽ വൻ കാര്യങ്ങളെ ചെയ്യുന്ന ദൈവത്തിന്റെ പ്രവൃത്തി കൊണ്ട് സ്തോത്രം. ആത്മീയ മണ്ഡലത്തിൽ പ്രൈസലാമേ സ്തോത്രം. ഹല്ലേലൂയ നിന്നെ തകർക്കുവാൻ, നിന്നെ ഇല്ലായ്മ ആക്കുവാൻ സ്തോത്രം ശത്രുവായ പിശാച് ഹല്ലേലൂയ കെണികളെ ഒരുക്കുമ്പോൾ പ്രൈസലോ നീ മിണ്ടാതിരിക്കരുത്. നീ ദൈവത്തെ ആരാധിച്ച് അതിൽ വിജയം പ്രാപിക്കണം. പിശാച് ആഗ്രഹിക്കുന്നത് നിന്റെ തകർച്ചയാണ്. പിശാച് ആഗ്രഹിക്കുന്നത് നിന്റെ പ്രൈസലോ വേദനയാണ്. പിശാച് ആഗ്രഹിക്കുന്നത് നീ ശൂന്യമായി പോകണം. പിശാച് ആഗ്രഹിക്കുന്നത് നീ നശിച്ചു പോകണം. പിശാച് ആഗ്രഹിക്കുന്നത് നീ ഭൂമിയിൽ നിന്ന് നീ മാറ്റപ്പെടണം. എന്നാൽ നീ പിശാചിനെ മേളിൽ ചവിട്ടി നിന്ന് ആരാധിച്ചാൽ പിശാചിന്റെ ആഗ്രഹം നിന്റെ മേളിൽ നിവർത്തിയാകില്ല. പലരെയും കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന ആരാധനയാണ്. പുതിയ നിയമത്തിൽ നീ ആരാധിച്ച് വിജയം പ്രാപിക്കണം. കൃപ ഏറ്റെടുത്തുകൊണ്ട് ആരാധിക്കണം. പ്രൈസ്തലോമേ ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്താൽ നിറഞ്ഞ് വിടുതൽ പ്രാപിക്കുവാനിടയായിത്തീരും. അന്യഭാഷ അടയാളത്തിൽ ദൈവത്തെ ആരാധിക്കണം. ചിലർ പറയുമല്ലോ, എപ്പോഴും ആരാധനയുള്ളൂ, ഒരു പ്രാർത്ഥന കേൾക്കുന്നില്ല. എപ്പോഴും ആരാധന, അന്യഭാഷ ആരാധന. ഞാൻ പറയുന്നത്, കുറച്ച് സമയം പ്രാർത്ഥിച്ചാലും കൂടുതൽ നേരം ആരാധിക്കുന്നത് നല്ലതാണ്. പ്രൈസലോട് അന്യഭാഷയിൽ തന്നെ ആരാധിക്കണം. കാരണം എന്ന് പറഞ്ഞാൽ ആരാധനയിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടും. ഞാൻ പറഞ്ഞു പ്രൈസലോ, പാമ്പിനെയും തേളിനെയും സകല ബലത്തെയും ചവിട്ടുവാനുള്ള ഞാൻ അധികാരം തന്നേച്ചു പോയിരിക്കുന്നു. പാമ്പാറ പിശാച്, തേള് പിശാചിന്റെ മണ്ഡലമാ. ചവിട്ടുവാനുള്ള അധികാരം തന്നിരിക്കുക. മറ്റേ കാൽവറിയിൽ കർത്താവ് പിശാചിന്റെ തല തകർത്തല്ലോ. ബാക്കി വന്ന ശക്തി ഉണ്ട്. അതിൻ്റെ മേളിൽ ജയമെടുക്കണമെങ്കിൽ, നിന്നോടുള്ള പിശാചിന്റെ പദ്ധതി പൊളിയണമെങ്കിൽ പ്രൈസലോമേ നീ ആരാധിച്ചെങ്കിലേ ആ പദ്ധതി, പിശാചിന്റെ പദ്ധതി ക്ഷയിച്ചു പോകും. പ്രൈസലോഡ് പൊളിഞ്ഞു പോകും. ഹല്ലേലൂയ സ്തോത്രം. അഖിലാണ്ടത്തിന്റെ സൃഷ്ടികർത്താവായ ദൈവത്തിന്റെ പദ്ധതികളെ ഹല്ലേലൂയ നിവൃത്തിയാകണമെങ്കിൽ പ്രൈസലോ നീ ആരാധിക്കാതിരുന്നാൽ നടക്കില്ല. നീ ആരാധിക്കാതിരുന്നാൽ നിന്റെ മേലുള്ള ദൈവാനുഗ്രഹം നിവൃത്തിയാകില്ല. ചിലയിടത്തൊക്കെ പ്രൈസലോ പലരും ആരാധിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ ജീവനില്ലാത്ത ആരാധനകളാണ്. ശക്തിയില്ല. കൈയടിക്കുന്ന കേട്ട് കഴിഞ്ഞാൽ വളരെ വേദനകരമായ അനുഭവമാണ്. അതുകൊണ്ട് എന്താ ദൈവത്തിൻ്റെ പ്രവൃത്തി അവിടെ ഒന്നും നടക്കുന്നില്ല. പ്രൈസലോമേ ആത്മീയ ലോകത്തിൽ ഇപ്പോൾ പിന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. ആത്മീയ ലോകം ആരാധനയില്ല, വചന ശുശ്രൂഷയില്ല, ഉപവാസമില്ല, പ്രാർത്ഥനയില്ല. അതൊരു പരുവത്തിന് പോയിക്കൊണ്ടിരിക്കുക, പരുവക്കേടായിട്ട് പോയിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് അങ്ങനെ പോയാൽ ഒരിക്കലും മുന്നേറാൻ കഴിയില്ല. നമുക്ക് വീണ്ടും ജീവൻ പ്രാപിക്കാം. ദൈവത്തെ ശക്തമായി കൈയടിച്ച് തന്നെ ആരാധിക്കണം. അപ്പോൾ ദൈവത്തിൻ്റെ പ്രവൃത്തി അവിടെ വെളിപ്പെടും. പ്രൈസലോമേ ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വചനം അവിടെ വെളിപ്പെടും. ആത്മീയ മണ്ഡലത്തിൽ ആത്മീയമായി ഉണർവ് അവിടെ ഉണ്ടാകും. പ്രൈസലോമേ ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾക്കോ ദൈവത്തിൻ്റെ വചനങ്ങൾക്കോ നാം എതിരായി നിൽക്കരുത്. ഏതു വിഷയങ്ങൾക്കും നാം അനുകൂലമായി പ്രാർത്ഥിച്ചെങ്കിലേ മതിയാകും. പ്രൈസലോമേ സ്തോത്രം. അതുകൊണ്ട് പ്രൈസലോമേ ദൈവത്തിൻ്റെ പദ്ധതികളെ നാം തിരിച്ചറിയണം. പിശാച് അവൻ മുഴുവലത്തോടെ എഴുന്നേറ്റിരിക്കുക. കാരണം എന്ന് പറഞ്ഞാൽ അവൻ്റെ ദിവസം ഇനി ശനിയെ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അവൻ നല്ല സകല ബലത്തിൽ എഴുന്നേൽക്കുക, പലരെയും തകർക്കുവാൻ, ആത്മീയ ലോകത്തിലെ മൊത്തത്തിൽ കീഴാട്ട് മറിക്കുവാൻ അവൻ പദ്ധതികൾ ഒരുക്കിക്കൊണ്ടിരിക്കുക. നാം ഉറങ്ങി, നാം ശക്തിയില്ലാതെയും നാം ഉത്സാഹമില്ലാതെയും മടിപ്പാട്ട് നമ്മുടെ ജീവിതം ഇരുന്ന് കഴിഞ്ഞാൽ പിശാച് കയറും. അത് വരാതിരിക്കുവാൻ ഉണർന്ന് എഴുന്നേറ്റ് പ്രാർത്ഥിക്കണം. യേശു പറഞ്ഞു, ഒരു നാഴികയെങ്കിലും ഉണർന്ന് പ്രാർത്ഥിച്ചൂടെ ശിഷ്യന്മാരോട് പറഞ്ഞു. സ്തോത്രം.
അപ്പോൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ വിജയം വേണമെങ്കിൽ, കർത്താവിൻ്റെ സന്നിധിയിൽ വിജയം വേണമെങ്കിൽ, ആരാധനയും പ്രാർത്ഥനയും ഉണ്ടെങ്കിൽ പ്രൈസലാമേ ഹാലലുയ, ദൈവത്തിൻ്റെ ആ വചനം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ കരം അവിടെ വെളിപ്പെടും. തേജോമനായ ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തി അവിടെ വെളിപ്പെടും. ദൈവത്തിൻ്റെ കരം അവിടെ വെളിപ്പെടും. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്, ഞാൻ സകല അധികാരവും നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. യേശു എന്ന വാക്കിൻ്റെ അധികാരം, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കും, യേശുവിൻ്റെ നാമത്തിൽ ആരാധിക്കണം, യേശുവിൻ്റെ നാമത്തിൽ പാടണം, യേശുവിൻ്റെ നാമത്തിൽ ആരാധിച്ച് പിശാചിൻ്റെ ശക്തിയെ, നിന്നോടെതിരായി നിന്ന് പ്രവർത്തിക്കുന്ന പിശാചിൻ്റെ ശക്തിയെ ഹല്ലേലൂയ അത് ആരാധിച്ച് മണ്ഡലത്തെ അടിച്ച് തകർക്കണം യേശുവിൻ്റെ നാമത്തിൽ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ആ ബന്ധനം അഴിഞ്ഞ് മാറിപ്പോകും. നിന്റെ നാവിൽ തന്നിരിക്കുക ദൈവത്തിൻ്റെ ശക്തി തന്നിരിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തെ ഹല്ലേലൂയ ആത്മാവിലും സത്യത്തിലും, അല്ലെങ്കിൽ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുമ്പോൾ കെട്ടുകൾ അഴിഞ്ഞു പോകും. പിശാചിൻ്റെ പദ്ധതികൾ മൂടോടെ പറഞ്ഞു പോകും. അപ്പോൾ പ്രൈസ് ദി ലോർഡ്, നമുക്കൊരു വിജയകരമായ ദൈവിക ആലോചനയിൽ നമ്മെ നടത്തുവാനിടയായിത്തീരും. ഓരോ വ്യക്തിയിലുള്ളതായ ദൈവത്തിൻ്റെ ദൂതുകളാണ്. ഓരോ വ്യക്തികൾക്കും ദൈവം അധികാരം തന്നിരിക്കുകയാണ്. ചിലർ വിചാരിക്കും പാസ്റ്റർമാർക്ക് ആ ദൈവാധികാരം തന്നിരിക്കുന്നത്. അങ്ങനെ വചനത്തിലില്ല. നിങ്ങൾക്ക് ഞാൻ എൻ്റെ അധികാരം തന്നേച്ചു പോകുന്നെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആര് യേശുവിനെ സ്വന്തം രസതമായി സ്വീകരിച്ച് അവർ ഓരോരുത്തർക്കും അധികാരം ദൈവം തന്നിരിച്ചിരിക്കുക. നമ്മൾ ഒരുമിച്ച് നീക്കണം. ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കുമ്പോൾ പിശാചിൻ്റെ പദ്ധതി പൊളിയും. സ്വതന്ത്രം. പിശാചിൻ്റെ പദ്ധതികൾ പൊളിയാത്ത കാരണം എന്ന് പറഞ്ഞാൽ എന്താ? ഒത്തൊരുമയില്ല, ആരാധനയില്ല, എല്ലാം പാസ്റ്റർ എല്ലാം ചെയ്യണം പറഞ്ഞ് മനുഷ്യനായിരിക്കുക. ദൈവത്തിൻ്റെ വചനം പറയുന്നു, ഹല്ലേലൂയ സ്തോത്രം, നീ ഉറങ്ങിയാൽ പിശാച് കയറും എന്ന് പറഞ്ഞാൽ ആത്മീയമായ ഉറക്കം അടിച്ച് നീ കിടക്കുന്നെങ്കിൽ പിശാച് കയറും. അതുകൊണ്ട് ഉണർന്ന് ദൈവത്തെ ആരാധിക്കണം. പ്രൈസ് കൃപ പ്രാപിക്കണം. ആത്മാവിൻ്റെ ശക്തി നമ്മുടെ ജീവിതത്തിലേക്ക് വരണം. അപ്പോഴാണ് ദൈവപ്രവൃത്തി വെളിപ്പെടുന്നത്. ഞാൻ പറഞ്ഞു വന്നത്, പ്രൈസ് പിശാചിൻ്റെ പ്രവൃത്തികൾ അഴിഞ്ഞു പോകും. പിശാചിൻ്റെ മണ്ഡലങ്ങളെ അടന്നു പോകും. സഭയുടെ പോര് മാറിപ്പോകും. ശുശ്രൂഷ വിരോധമായി പോരാടും ദുഷ്ട വ്യാപാരക്കെട്ട് അഴിഞ്ഞു മാറും. അവിടെ ദൈവപ്രവൃത്തി വെളിപ്പെടും. ദേശം കുലുങ്ങുമാറ്. ഹല്ലേലൂയ. അവിടെ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുവാനിടയായിത്തീരും. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് നമ്മുടെ കർത്താവിൻ്റെ ബലം എന്ത് എന്നുള്ളത് നാം തിരിച്ചറിയണം. യേശുക്രിസ്തുവിൻ്റെ ശക്തി എന്തെന്നുള്ളത് നാം തിരിച്ചറിയണം. പ്രൈസ് ദി ലോർഡ്. അതേ പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുക്രിസ്തുവിൻ്റെ ബലം എന്താണെന്നുള്ളത് തിരിച്ചറിയണം. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ അതിശക്തമായ കരം നാം തിരിച്ചറിയണം. കേവലം ഒരു നിസ്സാരമായ ശക്തിയല്ല യേശുവിൻ്റെ ശക്തി എന്ന് പറയുന്നത്. ഹല്ലേലൂയ. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. അരുമദായനെ കുറിച്ച് പ്രാണനെ വെടിഞ്ഞപ്പോൾ ഹല്ലേലൂയ ഭൂമി കുലുങ്ങി എന്നാണ് പറയുന്നത്. ഭൂകമ്പങ്ങൾ ഉണ്ടായെന്നാണ് പറയുന്നത്. ഭൂമി കുലുങ്ങി. അപ്പോൾ ഈ ഭൂമി കുലുങ്ങണമെങ്കിൽ ദൈവത്തിൻ്റെ ശക്തി എത്ര മാത്രമായിരിക്കുന്നെന്ന് നാം തിരിച്ചറിയണം. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രൈസ് ഭൂമിയെ കുലുക്കുമാറാക്കുന്ന ദൈവത്തിൻ്റെ ശക്തി. പ്രൈസ് ദി ലോർഡ്. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ശക്തി തിരിച്ചറിയാൻ ആരുണ്ട്? ദൈവത്തിൻ്റെ ശക്തിയെ തിരിച്ചറിയുക എന്ന് വെച്ചാൽ ആരാധിക്കുമ്പോൾ ദൈവത്തിൻ്റെ ശക്തി വെളിപ്പെടും. ദൈവശക്തി വെളിപ്പെടും. ഹല്ലേലൂയ സ്തോത്രം. വെളിപ്പെട്ട് എൻ്റെ ജീവിതത്തിലുള്ളതായ എന്തുപോലും, എന്ത് ബന്ധനങ്ങളും, എന്തും പൈശാചിക മടലുകളും തവിടുപൊടിയാവും. എന്നാൽ ദൈവത്തിൻ്റെ പദ്ധതി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെട്ട് വരും. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ആരാധിക്കുന്നവരെ പിശാചിന് കണ്ടുകൂടാ. ആരാധിക്കുന്നവനെയാണ് പിശാചിന് കണ്ടുകൂടാത്തത്. പ്രാർത്ഥിക്കുന്നവനെ പിശാചിന് കണ്ടുകൂടാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് വളരെ സൂക്ഷിക്കണം. പിശാച് പ്രാർത്ഥിക്കുന്നവനെയാണ് ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് ഇഷ്ടപ്പെടാത്തത്. കാരണം പ്രാർത്ഥിക്കുന്നവന് പേടിയ പിശാചിന്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ ശക്തി, ദൈവത്തിൻ്റെ ആലോചന, ദൈവത്തിൻ്റെ വിടുതൽ, ദൈവത്തിൻ്റെ കൃപ നാം ഹല്ലേലൂയ രുചിച്ചറിയണം. ഞാൻ നിങ്ങളോട് പറയട്ടെ, ദൈവ സന്ദേശത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ
ദൈവം അനുഭവത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോസ്തലന്മാർ ആരാധിച്ചപ്പോൾ വിടുതൽ നൽകി. അപ്പോസ്തലന്മാർ ദൈവത്തെ സ്തുതിച്ചപ്പോൾ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെട്ട്. അങ്ങനെയെങ്കിൽ ദൈവം നമ്മെ അനുഗ്രഹിപ്പാൻ മതിയായ ദൈവമാണ്. നാം ഓർത്തുകൊള്ളണം, ദൈവത്തിൻ്റെ ശക്തി തിരിച്ചറിഞ്ഞ് ദൈവത്തെ ആരാധിക്കണം. മാത്രമല്ല, സകല അധികാരവും നിങ്ങൾക്ക് തന്നേച്ച് പോകുന്നു. തേലിനെയും പാമ്പിനെയും ചവിട്ടാനുള്ള സകല അധികാരം തന്നേച്ച് പോയിരിക്കുകയാണ്. ഈ അധികാരത്തെ തിരിച്ചറിഞ്ഞ്, ദൈവശക്തി തിരിച്ചറിഞ്ഞ് ദൈവത്തെ ആരാധിക്കുമ്പോൾ ദൈവപ്രവൃത്തി വെളിപ്പെടുമെന്ന് പറഞ്ഞ് എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയവുമില്ല. ദൈവനാമം ഉണ്ടാകട്ടെ. ആമേൻ.